ഇന്നത്തെ ക്ലാസ്സിൽ മധ്യകാല ഇന്ത്യയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ വിജയനഗര സാമ്രാജ്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന രാജവംശമാണ് വിജയനഗര രാജ്യം. വിജയനഗര രാജ്യം എന്നത് നിലവിൽ വന്നത് സി 14 നൂറ്റാണ്ടിലാണ്. വിജയനഗര രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഹരിഹരൻ ബുക്കൻ തുടങ്ങിയവരാണ്. വിജയനഗരം സ്ഥാപിച്ച വർഷം സി 1336 വിജയനഗര രാജ്യത്തെക്കുറിച്ച് വിവരണം നൽകിയ പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖാണ്. വിജയനഗരത്തിലെ കോട്ട മതിലുകളെക്കുറിച്ച് പരാമർശിച്ച പേർഷ്യൻ നയതന്ത്ര പ്രതിനിധിയാണ് അബ്ദുൾ റസാഖ്. പിന്നെ വിജയനഗരം ഭരിച്ച പ്രധാനപ്പെട്ട 4 രാജവംശങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. സംഗമ, സാലുവ, തുളുവ, അരവിഡു തുടങ്ങിയ രാജവംശങ്ങളാണ്. വിജയനഗര രാജവംശങ്ങളാണ് അടുത്തതായിട്ട്. സംഗമ വംശമാണ് ആദ്യമായിട്ടുള്ളത്. അത് രാജാക്കന്മാർ ഹരിഹരൻ ഒന്നാമൻ, ബുക്കൻ തുടങ്ങിയവരാണ്. ഇതിൻ്റെ സവിശേഷതകൾ: സ്ഥാപകർ ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചു. പിന്നെ അടുത്ത സാലുവ വംശം, നരസിംഹ സാലുവ. സ്ഥാപകൻ ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ രാജവംശമാണിത്. പിന്നെ തുളുവ വംശം, വീര നരസിംഹൻ, കൃഷ്ണദേവരായർ തുടങ്ങിയവരാണ് രാജാക്കന്മാർ. സ്ഥാപകനാണ് വീര നരസിംഹൻ. കൃഷ്ണദേവരായർ പ്രശസ്തനായ ഭരണാധികാരി. അഭിനവ ഭോജൻ, ആന്ധ്ര ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പിന്നെ അരവിഡു വംശം, തിരുമല ദേവരായരാണ് സ്ഥാപകൻ. വെങ്കട ഒന്ന് പ്രശസ്തനായ ഭരണാധികാരിയാണ്. അടുത്തതായിട്ട് കൃഷ്ണദേവരായരെ പറ്റിയിട്ടാണ്. വിജയനഗരത്തിലെ പ്രധാന ഭരണാധികാരി കൃഷ്ണദേവരായരാണ്. അതീവ ശ്രദ്ധയോടും അധികാരത്തിനനുസരിച്ചും സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ജോലി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ ഒന്നും അവഗണിക്കുകയും അരുത് എന്ന് പറഞ്ഞത് കൃഷ്ണദേവരായരാണ്. പിന്നെ തുളുവ രാജവംശത്തിൽ പ്രശസ്തനായ ഭരണാധികാരി കൃഷ്ണദേവരായരായിരുന്നു. തുംഗഭദ്ര കൃഷ്ണ നദികൾക്കിടയിലുള്ള റൈച്ചൂർ തടം ഇദ്ദേഹം പിടിച്ചെടുത്തത് 1512 ആന്ധ്ര ഭോജൻ, അഭിനവ ഭോജൻ, ആന്ധ്ര പിതാമഹൻ, കന്നഡ രാജ്യ രാമരമണ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണദേവരായരാണ്. പിന്നെ വിജയനഗരത്തിൽ ഹസാര രാമസ്വാമി ക്ഷേത്രവും വിത്തലസ്വാമി ക്ഷേത്രവും നിർമ്മിച്ചത് കൃഷ്ണദേവരായരാണ്. വിജയനഗരത്തിനടുത്ത് തൻ്റെ മാതാവായ നഗല ദേവിയുടെ സ്മരണയ്ക്കായി കൃഷ്ണദേവരായർ സ്ഥാപിച്ച പട്ടണം നഗലപുരമാണ്. പിന്നെ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതർ അഷ്ടദിഗ്ഗജങ്ങളാണ്. പിന്നെ കൃഷ്ണദേവരായരുടെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ അമുക്തമാല്യത, ഉഷാ പരിണയം, ജാംബവതി കല്യാണം തുടങ്ങിയവയാണ്. പിന്നെ അദ്ദേഹം അന്തരിച്ച 1529. പിന്നെ വിജയനഗര ഭരണ സംവിധാനം. വിജയനഗര സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായങ്ങൾ കേന്ദ്രഭരണം, പ്രാദേശിക ഭരണം തുടങ്ങിയവയാണ്. പിന്നെ നായങ്കര സമ്പ്രദായം. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രീകൃത ഭരണം അറിയപ്പെട്ടിരുന്നത് നായങ്കര സമ്പ്രദായം എന്ന പേരിലാണ്. നായങ്കര സമ്പ്രദായ കാലത്ത് സൈനിക മേധാവികൾക്ക് രാജാവ് നൽകിയിരുന്ന പദവി നായക് എന്ന പദവിയാണ്. പിന്നെ അയ്യങ്കാർ സമ്പ്രദായമാണ് അടുത്തതായിട്ട്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെട്ടിരുന്നത് അയ്യങ്കാർ സമ്പ്രദായം എന്ന പേരിലാണ്. ഈ സമ്പ്രദായത്തിൽ ഭരണ സൗകര്യത്തിനായി സാമ്രാജ്യത്തെ വിഭജിച്ചിരുന്നത് പ്രവിശ്യകൾ, നാടുകൾ, ഗ്രാമങ്ങൾ തുടങ്ങിയവയാണ്. അയ്യങ്കാർ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്ന ഗ്രാമമാണ്. അയ്യങ്കാർ സമ്പ്രദായത്തിൽ ദൈനംദിന ഗ്രാമഭരണം നിർവഹിച്ചിരുന്ന പരമ്പരാഗതമായി ഉദ്യോഗം വഹിച്ചു പോന്ന അയ്യങ്കാർമാരാണ്. പിന്നെ ഗ്രാമഭരണത്തിൽ അയ്യങ്കാർമാർക്കുള്ള സ്ഥാനമാണ് അടുത്തതായിട്ട് പറയുന്നത്. കേന്ദ്രഭരണത്തിലെ നായക പദവിക്കു സമാനമായതാണ്. പിന്നെ രാജകീയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വിജയനഗരത്തിൻ്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ്. രാജാവിൻ്റെ കൊട്ടാരമാണ് രാജകീയ കേന്ദ്രത്തിലെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയം. പിന്നെ ഇതിന് ആകർഷകമായ 2 മണ്ഡപങ്ങളുണ്ട്. ഈ മണ്ഡപങ്ങൾ അറിയപ്പെടുന്നത് ശ്രോതാക്കളുടെ മുറി, മഹാനവമി ദിബ്ബ എന്നിങ്ങനെയുള്ള പേരിലാണ്. നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്താണ് മഹാനവമി ദിബ്ബ സ്ഥിതി ചെയ്തിരുന്നത്. 10,000 ചതുരശ്ര അടി തറ വിസ്തീർണവും 40 അടി ഉയരവുമുള്ള ഒരു പടുകൂറ്റൻ മണ്ഡപമാണിത്. വിജയനഗരത്തിൽ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ വിഭജിച്ചിരുന്ന മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിവയാണ്. അടുത്തതായിട്ട് ഹംപിനെ പറ്റിയിട്ടാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഹംപി. വിജയനഗര കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നു.
നിർമ്മിച്ചു. പിന്നെ ഉത്തര കർണാടകയിലെ ബെല്ലാരി ജില്ലയിലാണ്. തുംഗഭദ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ദ്രാവിഡ ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. പ്രസിദ്ധ ശിവക്ഷേത്രമായ വിരൂപാക്ഷി ക്ഷേത്രം ഇവിടെയാണ്. 1800-ൽ ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ കേണൽ മക്കൻസി ആണ്. ഹംപിയുടെ ആദ്യത്തെ സർവേ ഭൂപടം തയ്യാറാക്കിയത് കേണൽ മക്കൻസി ആണ്. പമ്പാദേവി എന്ന പ്രാദേശിക ദേവതയുടെ പേരിൽ അറിയപ്പെട്ട നഗരം ഹംപിയാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്കു വഹിച്ചിരുന്നവർ നായകന്മാരും അമരയ്യന്മാരുമാണ്. സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നത് അമരനായകന്മാർ എന്ന പേരിലാണ്. രാജാക്കന്മാർ നായകന്മാർക്കായി അനുവദിച്ചു നൽകിയിരുന്ന ഭൂമി അറിയപ്പെടുന്നത് അമര എന്ന പേരിലാണ്. യുദ്ധം എന്ന അർത്ഥം വരുന്ന സമരമെന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് അമര എന്ന വാക്ക് ഉത്ഭവിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. അമര പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. അമരനായകന്മാർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടന്നിരുന്നു. പിന്നെ അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളാണ്. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ അറിയപ്പെട്ടിരുന്നത് കുതിര ചെട്ടികൾ എന്ന പേരിലാണ്. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അത്ഭുതപൂർവമായ വളർച്ചയുണ്ടായി. വിജയനഗര കാലഘട്ടത്തിൽ കൂടുതലും പ്രാബല്യത്തിലും ഉണ്ടായിരുന്ന ശില്പരീതി ദ്രാവിഡ ശില്പരീതിയാണ്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീകരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു എന്ന് പറഞ്ഞത് ഡൊമിംഗോ പയാസ് ആണ്. പിന്നെ വിജയനഗര നിർമ്മാണ കലയുടെ മഹിമ വിളിച്ചോതുന്ന രണ്ട് ക്ഷേത്രങ്ങൾ വിരൂപാക്ഷ ക്ഷേത്രം, വിത്തല ക്ഷേത്രം എന്നിവയാണ്. പിന്നെ രാജകീയ അധികാരത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന അതിവിസ്തൃതമായ നിർമ്മിതികളെ അറിയപ്പെട്ടിരുന്നത് രാജഗോപുരങ്ങൾ അഥവാ രാജകീയ കവാടങ്ങൾ എന്നാണ്. ഹംസാര രാമക്ഷേത്രം, വിത്തല സ്വാമി ക്ഷേത്രം, വിരൂപാക്ഷ ക്ഷേത്രം, ലോട്ടസ് മഹൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഹംപിയിലാണ്. വിജയനഗര കാലഘട്ടത്തിൽ വികസനം പ്രാപിച്ച സാഹിത്യം തെലുങ്ക് സാഹിത്യമാണ്. പിന്നെ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചവർ നിക്കോളോ ഡിക്കോണ്ടി, അബ്ദുൾ റസാഖ്, അഫ്നാസി നികിതൻ, ഡ്യൂർത്തെ ബർബോസെ, ഡൊമിംഗോ പയസ്, ഫെർനാओ നൂനീസ് എന്നിവരാണ്. പിന്നെ 1565-ൽ വിജയനഗരത്തിലെ മുഖ്യമന്ത്രിയെ രാമരായൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യവും ബിജാപ്പൂർ, അഹമ്മദ്നഗർ, ഗോൽക്കൊണ്ട എന്നിവരുടെ സംയുക്ത സൈന്യവും തളിക്കോട്ടയിൽ വെച്ച് ഏറ്റുമുട്ടി. ഈ യുദ്ധം അറിയപ്പെട്ടിരുന്നത് രാക്ഷസി തങ്കടി യുദ്ധം എന്നായിരുന്നു. പിന്നെ പ്രധാന രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. ഏകദേശം 1200 മുതൽ 1300 വരെ ഡൽഹി സുൽത്താനത്തിൻ്റെ സ്ഥാപനമായിരുന്നു. പിന്നെ ഏകദേശം 1300 മുതൽ 1400 വരെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനം, പിന്നെ ബഹമനി രാജ്യത്തിൻ്റെ സ്ഥാപനം എന്നിവയാണ്. ഏകദേശം 1400 മുതൽ 1500 വരെ ഒറീസയിൽ ഗജപതി രാജ്യത്തിൻ്റെ സ്ഥാപനം 1435-ൽ. പിന്നെ ഗുജറാത്ത്, മാൾവ എന്നീ സുൽത്തനത്തുകളുടെ സ്ഥാപനം, അഹമ്മദ് നഗർ, ബിജാപ്പൂർ, ബോറർ എന്നീ സുൽത്തനറ്റുകളുടെ ആവിർഭാവം എന്നിവയാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 1500 മുതൽ 1600 വരെ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നു. ബഹമനി രാജ്യത്തിൻ്റെ തകർച്ച, ഗോൽക്കൊണ്ട സുൽത്താനത്തിൻ്റെ ആവിർഭാവം എന്നിവയാണ് ഉണ്ടായത്. പിന്നെ ബാർബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചതും ഈ ഒരു കാലഘട്ടത്തിലാണ്.
പിന്നെ വിജയനഗരത്തിൻ്റെ കണ്ടെത്തലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും നാഴികക്കല്ലുകൾ. 1800 കോളിൻ മെക്കൻസി വിജയനഗരം സന്ദർശിക്കുന്നു. 1856 അലക്സാണ്ടർ ഗ്രീൻല ഹംപിയിലെ പുരാവസ്തു ശേഷിപ്പുകളുടെ വിശദമായ ആദ്യ ഫോട്ടോഗ്രാഫുകൾ എടുക്കുന്നു. 1876 JF ഫ്ലീറ്റ് ഈ കേന്ദ്രത്തിലെ ക്ഷേത്ര ഭിത്തികളിലെ ലിഖിതങ്ങൾ രേഖപ്പെടുത്താൻ ആരംഭിക്കുന്നു. 1902 ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ സംരക്ഷണം ആരംഭിക്കുന്നു. 1986 യുനെസ്കോ ഹംപിയിലെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ബോക്സിൽ പറയുന്നത്. പിന്നെ ബഹ്മനി സാമ്രാജ്യത്തെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ സ്ഥാപകൻ അലാവുദ്ദീൻ ഹസൻ ബഹ്മൻഷയാണ്. കൃഷ്ണസ്, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശം റൈച്ചൂർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്ന് അറിയപ്പെടുന്ന പ്രദേശമാണ് റൈച്ചൂർ പ്രദേശം. റൈച്ചൂർ പ്രദേശത്ത് അധികാരം നേടാൻ നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നത് വിജയനഗര ഭരണാധികാരികളും ബഹ്മിനി രാജാക്കന്മാരുമാണ്. പിന്നെ ഡെക്കൻ സുൽത്താനേറ്റുകളാണ് അടുത്തതായിട്ട്. ബെരാർ, ഖണ്ഡേഷ്, അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ഗോൽക്കൊണ്ട എന്നിവരാണ്.